പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദാനമായിട്ട് നൽകി ഈ പകൽക്കാലം മുഴുവനും ഞങ്ങളെ പരിപാലിച്ച് ദൈവമേ, അപകടങ്ങളും അനർത്ഥങ്ങളും വരാതെ ഞങ്ങളെ കാത്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, സന്ധ്യായാമത്തിൽ അവിടുത്തെ വചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയ വലിയ ഭാഗ്യാവസ്ഥയെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, തിരുവചനം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആനന്ദമായി ദൈവമേ അവിടുന്ന് പരിവർത്തിച്ച് തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. നാളത്തെ വിശുദ്ധ കുർബാനയിലേക്കും മറ്റ് ശുശ്രൂഷകളിലേക്കുമെല്ലാം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധയമ്മേ മാതാവേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വന്ദനായ അജിയച്ചൻ ആരംഭിച്ച് വളരെ അനുഗ്രഹകരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ശുശ്രൂഷ, അതിൻ്റെ തുടർച്ച ഒരു ഭാഗ്യത്തിലേക്ക് എന്നെയും ദൈവം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യമായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ഒത്തിരി ആഴങ്ങളുണ്ട്. ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും സാധിക്കുകയില്ല. ഒരു വചനത്തിൻ്റെ അതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം, ഹൃദയത്തെ പ്രകാശിപ്പിക്കണം. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ ഏത് ഭാഗമാണോ നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ ഒരു വെളിച്ചം ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് ആദ്യമേ ഞാൻ അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട അജിയച്ചൻ എനിക്ക് തന്ന നിർദ്ദേശമനുസരിച്ച് 2 ദിനവൃത്താന്ത പുസ്തകം ത്തോടുകൂടെ അച്ഛൻ അവസാനിപ്പിച്ചിരിക്കുകയാണെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്. അടുത്തതായി എസ്രായുടെ പുസ്തകമാണ്, ദ ബുക്ക് ഓഫ് എസ്ര. പഴയ നിയമത്തിലെ ഒരു ചരിത്ര ഗ്രന്ഥമാണ് എസ്ര. ഒരു പ്രവചന ഗ്രന്ഥമല്ല, മറിച്ച് ഒരു ചരിത്ര ഗ്രന്ഥമാണ് എസ്ര. 458 BC എസ്രായുടെ ഗ്രന്ഥം എഴുതപ്പെട്ടതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എസ്ര ഒരു യഹൂദ പുരോഹിതനും അതോടൊപ്പം തന്നെ ന്യായപ്രമാണത്തിൽ നല്ല അവഗാഹമുള്ള ഒരു വ്യക്തിയും ഒരു നിയമജ്ഞനുമായിരുന്നു എസ്ര. അദ്ദേഹം മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാമോ? ആരെങ്കിലും മൈക്ക് മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എസ്ര ഒരു യഹൂദ പുരോഹിതനും അതോടൊപ്പം തന്നെ നിയമജ്ഞനുമായിരുന്നു. അദ്ദേഹം ഈ ബാബിലോണിൻ്റെ അടിമത്വത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ പുസ്തകം, ഈ ചരിത്ര പുസ്തകം എഴുതി വെക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവർക്ക് ഏതാണ്ട് 5 അടിമത്തങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലെ അവരേറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ഒരു അടിമത്തമാണ് ബാബിലോണിൻ്റെ അടിമത്വം. ഈ അടിമത്ത കാലഘട്ടത്തിലാണ് ദാനിയേലൊക്കെ ഈ അടിമത്വത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹവും അടിമയായിട്ട് പിടിക്കപ്പെട്ട് കൊണ്ടുപോവുകയും അവിടെ ബാബിലോണിൽ താമസിക്കുകയും ചെയ്തതിനെ പറ്റിയൊക്കെ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോഴും നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എസ്ര, നെഹമ്യ ഈ 2 ഗ്രന്ഥങ്ങളും ഏതാണ്ട് 15-ാം നൂറ്റാണ്ട് വരെ ഒറ്റ ഗ്രന്ഥമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അതായത് എസ്രായിലെ 10 അധ്യായങ്ങളും നെഹമ്യാവിലെ 13 അധ്യായങ്ങളും ചേർന്ന് 23 അധ്യായങ്ങൾ ഒരു ഒറ്റ പുസ്തകമായിട്ടാണ് 15-ാം നൂറ്റാണ്ട് വരെ പരിഗണിക്കപ്പെട്ടിരുന്നത്. എന്നാൽ സഭാപിതാവായ ഒറിഗന്റെ കാലഘട്ടം മുതൽ അത് 2 അദ്ദേഹവും അദ്ദേഹത്തോട് ചേർന്ന് മറ്റ് സഭാപിതാക്കന്മാരും അത് വാദിക്കുകയും പ്രത്യേകിച്ച് അതിനകത്തുള്ള
വേദശാസ്ത്രവും അതോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ വിവരണവും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലിയും എല്ലാം അവർ മനസ്സിലാക്കിയിട്ട് അത് രണ്ട് പേരെഴുതിയതാണെന്നും രണ്ട് കാലഘട്ടത്തിൽ എഴുതിയതാണെന്നും എല്ലാം 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇന്ന് കാണുന്ന വിധത്തിൽ എസ്ര, നെഹമ്യ രണ്ട് പുസ്തകങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നുവെന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ദിനവൃത്താന്തത്തിൽ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് എസ്ര എന്ന് ഒരു കാലഘട്ടം വരെ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് ദിനവൃത്താന്തം ഒന്നെടുക്കാമോ? രണ്ട് ദിനവൃത്താന്തം അവസാനത്തെ അധ്യായം 36-ാമത്തെ അധ്യായം 22ഉം 23ഉം വാക്യങ്ങളാണ് എസ്രായുടെ 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളായിട്ട് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ദിനവൃത്താന്തത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് ഒരു കാലഘട്ടം വരെ വിശ്വസിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എസ്രായുടെ 1-ാം പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരെശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരെശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ, അതായത് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ ഒരു അരുളപ്പാട്, അതായത് ഒരു പ്രവചനമാണ്. യിരെമ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു പ്രവചനമാണ്. ഒന്ന്, ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് ജനം പോകുമെന്നും യിരെമ്യാവ് പ്രവചിച്ചായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ, 36-ന്റെ 19 മുതൽ വായിച്ചാൽ നമുക്കറിയാം, ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് ഈ ജനം നയിക്കപ്പെട്ടതിൻ്റെ കാരണം അവർ ദേവാലയം ചുട്ടു, യെരൂശലേമിന്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയായി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ വീഴാതെ ശേഷിപ്പിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ നിന്നും അവന്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബ്ബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ 70 സംവത്സരം തികയോളം അത് ശൂന്യമായി കിടന്ന കാലത്തൊക്കെയും ശബ്ബത്ത് അനുഭവിച്ചു. അതായത് ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ ദൈവം കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്, 10 കൽപ്പനയിലെ ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം. ശബ്ബത്ത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ 1-ാം ദിവസം, അത് 7-ാം ദിവസം ശനിയാഴ്ചയാണ്. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം അവര് ശബ്ബത്ത് ആചരിക്കാൻ കടപ്പെട്ട വ്യക്തികളായിരുന്നു. അതോടൊപ്പം തന്നെ ശബ്ബത്തിന്റെ മറ്റൊരു വശം, അവർക്ക് 6 വർഷം കൃഷി ചെയ്യാം. 7-ാം വർഷം അവരുടെ നിലം കൃഷി ചെയ്യാതെ അത് ആ കാലഘട്ടത്തിൽ ഇടണം, വെറുതെ ഇടണം. അപ്പോൾ ദൈവം അതിന് മോശയിലൂടെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. 6-ാം വർഷം നിങ്ങൾക്ക് 2 വർഷത്തേക്ക് വേണ്ട വിളവ് അത് സമൃദ്ധിയായിട്ട് ലഭിക്കും. അപ്പോൾ ഇവർ അത് അങ്ങനെ ദൈവം പറഞ്ഞതിനനുസരിച്ച് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് 6-ാം വർഷം 7-ാം വർഷത്തേക്കും 8-ാം വർഷത്തേക്കും ആവശ്യമായ വിളവ് സമൃദ്ധിയായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് ഒരു 500 വർഷങ്ങൾ കഴിയുന്നതോടുകൂടെ ഇവര് പതിയെ ഈ നിയമമെല്ലാം മറന്ന്, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം മറന്ന് ഇവര് പഴയതുപോലെ അവരൊരു ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ മറന്ന് ഈ ദേശം, അതായത് സ്ഥലം, അതിൻ്റെ ശാബത്ത് ആചരണം നിർത്തി. അവര് 7-ാം വർഷവും കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. അപ്പൊ തന്നെ യിരെമ്യാവിലൂടെ ഇവർക്ക് മുന്നറിയിപ്പ് ഉണ്ടായി. അതായത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം എന്ന് എടുക്കാമോ? യിരെമ്യാവ് 25-ാം അധ്യായം, അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? എല്ലാവരും കൂടെ ഓണാക്കി വായിക്കരുത്. ആരെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ മൊത്തം ഒരു ബഹളമയമായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾക്കൊന്ന് എടുത്ത് വായിക്കാമോ? ആരെങ്കിലും ആരംഭിച്ചാൽ പിന്നെ മറ്റുള്ളവർ അത് പിന്നെ മ്യൂട്ട് ചെയ്ത് കേൾക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. യിരെമ്യാവ് 25-ന്റെ 11 മുതലുള്ള വാക്യങ്ങൾ.
ആരെങ്കിലും വായിച്ചോ? ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകുന്നു. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. അതായത് യിരെമ്യാവിലൂടെ ദൈവം ഈ ജനത്തോട് മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു, നിങ്ങൾ ഈ ശാബത് ലംഘനം നടത്തി കഴിഞ്ഞാൽ ഈ ദേശം ശാബത് ആചരിക്കുവോളം നിങ്ങളെ ഇവിടുന്ന് പ്രവാസത്തിലേക്ക് ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തതാണ്. പക്ഷേ അവരത് യിരെമ്യാ പ്രവാചകന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ഇവരെ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്ന് ഈ അടിമത്തത്തിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ്. BC 608 മുതൽ BC 538 വരെയുള്ള കാലയളവാണ് ഇവര് 70 വർഷമാണ് ഇവര് ബാബിലോണിൽ അടിമകളായിട്ട് ജീവിച്ചത്. ഇത് ഒറ്റ ട്രിപ്പിനല്ല കൊണ്ടുപോയത് ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക്. 4 ഘട്ടമായിട്ടാണ് ഇസ്രായേൽ ജനത്തെ പലതവണ ഇവർ വന്ന് കീഴടക്കി, ഓരോ പ്രവശ്യകൾ കീഴടക്കി അവിടെയുള്ള ആളുകളെയൊക്കെ ബാബിലോണിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോവുകയാണ്. ആദ്യത്തെ എക്സൈൽ നടന്നത് 608 ആ ഗ്രൂപ്പിൽ പെട്ട വ്യക്തികളാണ് ദാനിയേലിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 3 വ്യക്തികളും. അങ്ങനെ ആദ്യത്തെ വ്യക്തികൾ ദാനിയേൽ അടക്കമുള്ള വ്യക്തികളായിരുന്നു 608. രണ്ടാമത് 597 രണ്ടാമത്തെ ഘട്ടം. ആ ഘട്ടത്തിലും കുറെ ആളുകളെ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. മൂന്നാമത്തെ ഘട്ടം 587, 10 വർഷത്തിന് ശേഷം. ആ സമയത്താണ് യെരൂശലേം ഇവർ ഉപരോധിക്കുകയും ദേവാലയം അഗ്നിക്കിരയാക്കുകയും അതുപോലെ തന്നെ ജെറുസലേമിന്റെ മതിലുകളെല്ലാം തകർത്ത് കളയുകയും അങ്ങനെ ആ ദേശം മുഴുവനും ശൂന്യമാക്കി കളഞ്ഞ് ആ കാലഘട്ടത്തിലാണ് ഭൂരിഭാഗം ആളുകളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്. ഏറ്റവും അവസാനം 4ാം ഘട്ടം 583. ഈ സമയത്ത് യഹൂദന്മാരുടെ ഭൂരിഭാഗം ആളുകളെ 95% ആളുകളെയും ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് ഈ നെബൂഖദ്നേസർ രാജാവും അദ്ദേഹത്തെ തുടർന്ന് വന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികളും അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി അവിടെ വലിയ അടിമത്തത്തിൽ ഈ ജനം കഴിയുകയാണ്. അവിടെയാണ് ദാനിയേലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം 10ാം അധ്യായത്തിൽ ദാനിയേല് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യിരെമ്യാവിന്റെ പ്രവചനമൊക്കെ വായിച്ച ദാനിയേലിന് എന്നാണ് ഇവിടുന്ന് ഒരു മോചനം ഉണ്ടാകുക എന്നുള്ള ഒരു രീതിയിൽ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ഒരു ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പിന്നീട് ഇതേപോലെ തന്നെ യിരെമ്യാവിലൂടെ ഈ ഇസ്രായേൽ ജനത്തിന് വീണ്ടും ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഈ ബാബിലോണിന്റെ അടിമത്തത്തിൽ കടന്ന് ഈ ജനം നിലവിളിച്ച സമയത്ത് അത് യിരെമ്യാവിലൂടെ വീണ്ടും ദൈവം ഇവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇവരെ മോചിപ്പിക്കുമെന്നുള്ള കാര്യം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു പ്രവചനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം എടുക്കാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേലിന്റെ നേരെയും എന്റെ എതിരാളികളുടെ ഹൃദയത്തിന്റെ നേരെയും സംഹാരകന്റെ മനസ്സുണർത്തും. ഇനി 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അമ്പു മിനുക്കുവീൻ, പരിച ധരിപ്പീൻ, യഹോവ മേധ്യ രാജാക്കന്മാരുടെ മനസ്സുണർത്തിയിരിക്കുന്നു. ബാബേലിനെ നശിപ്പിക്കാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ. മതി. ഈ പ്രവചനങ്ങളിലൂടെ യിരെമ്യാവിലൂടെ ഈ ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടും ആശ്വസിപ്പിക്കുന്നുണ്ട്. അതായത് ഈ അടിമത്തം അവസാനിക്കും, വീണ്ടും നിങ്ങൾ യെരൂശലേമിലേക്ക് പോകുമെന്ന് യിരെമ്യാവിലൂടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ എസ്രായുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവ് എന്ന് പറഞ്ഞ പേർഷ്യ രാജാവ്, അദ്ദേഹത്തിന്റെ പേര് കോരശ് എന്നാണ് NRSVയിൽ ഒക്കെ ഉപയോഗിക്കുന്നത്. സൈറസ് എന്നുകൂടെ ഉപയോഗിക്കുന്നുണ്ട്. സൈറസിന്റെ മനസ്സുണർത്തി എന്നാണ് ഇവിടെ പറയുന്നത്. യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തി.
ഇപ്പോൾ POC ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിനെ ഇളക്കി എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിജാതീയ രാജാക്കന്മാരിൽ പോലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ട്. ദൈവമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നതും അതോടൊപ്പം തന്നെ രാജാക്കന്മാരെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണെന്ന് ഒരു 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 ചിന്ത നമുക്ക് ഈ വചനഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ രാജാക്കന്മാർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 1 പത്രോസ് 2-ാം അധ്യായം ഒന്ന് എടുക്കാമോ? 1 പത്രോസ് 2-ാം അധ്യായം. രാജാക്കന്മാരെ നിയമിക്കുന്നതും അവർക്ക് ഈ ഇതിൻ്റെ കാലയളവെല്ലാം നിശ്ചയിച്ചു കൊടുക്കുന്നതും ദൈവമാണെന്ന് പത്രോസ് ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുകയും ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുകയും. കണ്ടോ, ആരാൽ അയക്കപ്പെട്ടവരാണ്? ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് രാജാക്കന്മാരും ഭരണകർത്താക്കളും. അതുകൊണ്ട് അവർക്ക് കീഴ്പ്പെട്ട് സകല മാനുഷിക നിയമങ്ങൾക്കും വിധേയരായിരിക്കാനായിട്ടാണ് പത്രോസ് ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. കാരണം ദൈവമാണ് ഓരോ ഭരണകർത്താക്കളെയും നിയമിക്കുന്നതും അതാത് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരം അവരിലൂടെ പ്രവർത്തിക്കുന്നുവെന്നും ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1 തീമോത്തിയോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1 തീമോത്തിയോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 തീമോത്തിയോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയോടെ ജീവനം കഴിക്കേണ്ടതിനു വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അതിന്റെ താഴത്തെ വാക്യം, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അപ്പൊ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണ് അതാത് കാലഘട്ടത്തിലെ നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ മനസ്സുണർത്തും. ഇപ്പൊ സഭയുടെ ശത്രുക്കളായിട്ട് നിലകൊള്ളുന്ന ഭരണകർത്താക്കൾ നാളെ സഭയുടെ മിത്രങ്ങളായിട്ട് മാറ്റാൻ ദൈവം മനസ്സുണർത്തിയാൽ സാധിക്കും. അപ്പോൾ നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ ഭരണകർത്താക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തെ, അവരുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പഴയ നിയമ ഭാഗങ്ങളിലൊക്കെ പലയിടങ്ങളിൽ ഈ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ ജനം അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാജാക്കന്മാരുടെ മനസ്സിനൊക്കെ ഒരു ആർദ്രത, ഒരു സ്നേഹം ഈ അടിമകളോട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ദാനിയേലിൻ അടിമത്തത്തിൽ കിടക്കുമ്പോൾ നെബൂഖദ്നേസറിന് ഈ ദാനിയേലിനോട് ഒരു സ്നേഹം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ദാനിയേലിനോടും മറ്റുള്ളവരോടൊക്കെ, അതുകൊണ്ട് സിംഹക്കുഴിയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വിജാതീയ രാജാവ് ഒരു രാത്രി മുഴുവനും ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടി? ദാനിയേലിന് വേണ്ടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ രാജാക്കന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടെ ഈ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഭരണകർത്താക്കളുടെ മനസ്സിനെ ഉണർത്താനും അതുപോലെ തന്നെ അത് നമുക്ക് അനുകൂലമാക്കി തീർക്കാനും ഒക്കെ ഇടയായിത്തീരും. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇത് പ്രത്യേകിച്ച് തുബ്ദേൻ വായിക്കുന്ന സമയത്ത് ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നാളെ കുർബാനയിൽ ഈ തുബ്ദേനൊക്കെ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പുരോഹിതൻ നടത്തുന്ന പ്രാർത്ഥനയിൽ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്.
അങ്ങനെ അടുത്തതായിട്ട് പിന്നെ ആ, ഈ സൈറസ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. ആ വിളംബരം എന്താണെന്നാണ് രണ്ടാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഈ ഈ വിളംബരത്തിന് ആദ്യത്തെ വാക്യം ഒന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഉൾക്കാഴ്ചകൾ ആ ഭാഗത്ത് നിന്ന് ലഭിക്കും. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു വിജാതീയ രാജാവാണ്, പക്ഷെ അദ്ദേഹം എന്താ പറയുന്നത്? സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമാണ് എനിക്കിതെല്ലാം തന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് ഇതെല്ലാം എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കഴിവും ഈ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഇതിനുള്ള കൃപകളും വർഷിപ്പിച്ചു തന്ന ആരാണ്? അത് ദൈവമാണെന്ന് ഈ വിജാതീയ രാജാവിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിളംബരത്തിന്റെ ആദ്യത്തെ വാക്കതാണ്, ദൈവം സ്വർഗസ്ഥനായ ദൈവമാണ് സകല രാജ്യങ്ങളുടെയും ആധിപത്യം എനിക്ക് നൽകിയതെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇങ്ങനെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് ദൈവമാണ് എനിക്കിതെല്ലാം തന്നതെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് ദാനിയേലിന്റെ പുസ്തകം എടുക്കാമോ? ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം എടുത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ്, അദ്ദേഹം 29-ാമത്തെ വാക്യം മുതൽ 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ രാജാവ് എന്താ പറയുന്നത്? അദ്ദേഹം ബാബേലിൽ വലിയൊരു കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിന് നല്ല ഭംഗിയുള്ളൊരു കൊട്ടാരം പണിതിട്ട് അദ്ദേഹം ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഉലാവിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ധനമഹാത്മ്യം കൊണ്ട് ഞാനിത് പണിതു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത് നോക്കാമോ? 31-ാമത്തെ വാക്യം, ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. കണ്ടോ? രാജ്യത്വം പോലും അദ്ദേഹത്തിന് നഷ്ടമായ ഒരു വാക്കാണ് അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തേക്ക് വന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ആ മഹത്വം സ്വയം സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് തകർച്ചയുണ്ടായി. അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ്, നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ദൈവം തന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ കൃപയാലാണ് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചതെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എവിടെ അഹങ്കാരത്തോടു കൂടെയുള്ളൊരു സംസാരമുണ്ടോ അതിൻ്റെ അപ്പുറത്ത് ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു തകർച്ച വരാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ ഈ സൈറസ് രാജാവ് പറയുകയാണ്, ദൈവമാണ് എനിക്കിതെല്ലാം നൽകിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത വാക്യം എങ്ങനെയാണ്? യഹൂദായിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. കണ്ടോ? ഒരു വിജാതീയ രാജാവ് അദ്ദേഹം പറയുകയാണ്, യെരൂശലേമിലെ ദേവാലയം ബാബേൽ അടിമത്തത്തിലേക്ക് പോയപ്പോൾ ബാബിലോണിയൻ രാജാവും അവിടുത്തെ സൈന്യാധിപന്മാരും ചേർന്ന് തകർത്ത് കളഞ്ഞ ദേവാലയം പണിത് ഉയർത്തി വീണ്ടും ദൈവാരാധന തുടങ്ങാൻ തക്കവണ്ണം ഈ വിജാതീയ രാജാവിൻ്റെ ഹൃദയത്തെ ഉണർത്തി ദൈവം അവന് കൽപ്പന കൊടുത്തു. അപ്പോൾ 2 സാധ്യതകളുണ്ട്. ഒരു ദൈവകൽപ്പന കിട്ടിയാൽ നമുക്ക് മനുഷ്യൻ എന്ന നിലയിൽ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ പാർസി രാജാവായ സൈറസ് ചെയ്തതുപോലെ അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കാം. അപ്പോൾ കന്യകമറിയാമിന് ഒരു അറിയിപ്പ് ലഭിച്ചു, നീ ദൈവപുത്രനെ ഗർഭം ധരിച്ച് അവനെ പ്രസവിക്കുമെന്ന് ഒരു മംഗളവാർത്ത ലഭിച്ചപ്പോൾ കന്യകമറിയാമിന് വേണമെങ്കിൽ നിഷേധിക്കാമായിരുന്നു. പക്ഷെ നിഷേധിക്കുകയല്ല ചെയ്ത്, ഒരു സംശയമൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്താ പറഞ്ഞേ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധ്യത. അതായത് ദൈവത്തിൻ്റെ കൽപ്പന
അത് പാലിക്കാൻ ജീവിതത്തെ സ്വന്തം വിട്ടുകൊടുക്കാം. രണ്ടാമത്തെ സാധ്യത, ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാതിരിക്കാനായിട്ട് ജീവിതത്തെ സമർപ്പിക്കാം. ഇവിടെ ഈ വിജാതീയ രാജാവ് ഈ കൽപ്പന പാലിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് നമുക്ക് തരുന്ന നിർദ്ദേശവും നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കണം, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തില്ലെങ്കിൽ തകർച്ചയുണ്ടാകുമെന്ന് യേശു തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ശക്തമായ താക്കീത് നൽകുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിലാണ് യേശു അതിൻ്റെ അവസാന ഭാഗത്ത് 7:24, ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ ആകയാൽ വീണില്ല. അപ്പോൾ വചനം കേട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് അനുസരിക്കുന്നവനെ പറ്റി യേശു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. കാരണം ഏത് പ്രതിസന്ധി വന്നാലും എന്ത് സംഭവിക്കില്ല? തകരില്ല. ദൈവം പരിപാലിക്കും. അതിൻ്റെ തൊട്ട് താഴെ എങ്ങനെയാണ്? എൻ്റെ വചനങ്ങളെ കേട്ട് അല്ലെങ്കിൽ എൻ്റെ കൽപ്പനകളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ വചനം ലംഘിച്ചു എന്നുള്ളതാണ്. ഈ ജനം അടിമത്വത്തിലേക്ക് പോയതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം ലംഘിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് നിസ്സാരമായിട്ട് നമ്മൾ എടുക്കരുത്. ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടെ നമ്മൾ വിലയിരുത്തണം. ഈ ഇപ്പൊ ഇസ്രായേൽ ജനം ലംഘിച്ചുവെങ്കിൽ, അവർക്ക് ശിക്ഷ കിട്ടിയെങ്കിൽ, ഉറപ്പായിട്ടും ഈ പുതിയ നിയമ ഇസ്രായേലിലെ അംഗങ്ങളായ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ ലംഘിച്ചു പോയാൽ അതിന് ഉറപ്പായിട്ട് ഒരു പണിഷ്മെന്റ് ഉണ്ട്. അത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പണിഷ്മെന്റ് അത്ര സുഖകരമായിരിക്കില്ല. 70 വർഷ കാലഘട്ടം അടിമകളായിട്ടൊരു രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പണിഷ്മെന്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പരമാവധി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിജാതീയ രാജാവ് ഇത് പാലിച്ചെങ്കിൽ നമ്മൾ എത്രയധികമായിട്ട് ഇത് പാലിക്കാൻ കടപ്പെട്ടവരാണ്. ആ ഒരു നിർദ്ദേശം ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിളംബരത്തിൻ്റെ അടുത്ത ഭാഗം, യെരൂശലേമിലെ ദൈവമായ യഹോവയുടെ ആളുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ദേശത്തേക്ക് പോയി അവിടെ ചെന്ന് ദേവാലയം പുനരുദ്ധാരണം ചെയ്ത് വീണ്ടും പണിയണമെന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് കൊടുക്കുന്ന വിളംബരത്തിലൂടെ. അതിൻ്റെ ശേഷം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ യഹൂദായുടെയും ബെന്യാമീന്റെയും പിതൃഭവനത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവനും യെരൂശലേമിൽ യഹോവയുടെ ആലയം പണിയുവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. ഇവിടെയും ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം ഉണർത്തിയ വ്യക്തികൾ എന്ത് ചെയ്തു? അവർ യെരൂശലേമിലേക്ക് പോയി. അപ്പൊ ദൈവം ഉണർത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം എല്ലാവരുടെയും മനസ്സിനെ ഉണർത്തും. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ഉണർത്തും. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എന്ത്? പ്രാർത്ഥിക്കണം, നന്നായിട്ട് ജീവിക്കണം, വിശുദ്ധനാകണം, അല്ലെങ്കിൽ വിശുദ്ധയാകണം എന്നൊക്കെ ആഗ്രഹം ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതാര് തരുന്നതാ? ഇത് ദൈവം തരുന്നതാണ്, മനസ്സുണർത്തുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മനസ്സിനെ സ്വാധീനിക്കുന്ന മറ്റൊരാൾ കൂടെയുണ്ട്. ആരാണ്? സാത്താൻ. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ പത്രോസ് ശ്ലീഹായുടെ ജീവിതം മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഒരിക്കൽ യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ഈ ജനം പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നീ യെരമ്യാ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ രണ്ടാമതും ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. ഏലിയായാണെന്ന് പറയുന്നുണ്ട്. പ്രവാചകന്മാരിൽ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറ, ഞാൻ ആരാണ്? അപ്പോൾ പെട്ടെന്ന് പത്രോസ് ശ്ലീഹ ചാടി ഉത്തരം പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ തന്നെ യേശു പറഞ്ഞു, പത്രോസേ നീ ഭാഗ്യവാൻ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ആരാണ്? പിതാവാണ്, സ്വർഗത്തിലെ പിതാവ്, അല്ലേ? അപ്പൊ ദൈവം മനസ്സുണർത്തിയിട്ടാണ് അത് പറയാനായിട്ട് ആർക്ക് സാധിച്ചേ? പത്രോസിന് സാധിച്ചത്. അതേ സമയത്ത് തന്നെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ
ഈ ഇതേ പത്രോസിനെ യേശു വിളിക്കുന്നുണ്ട് സാത്താനെ എന്നെ വിട്ടു പോകാനായിട്ട്. കാരണം എന്താ? കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കഷ്ടതകളെയും ക്രൂശുമരണത്തിൻ്റെയും ഒരു പ്രവചനം നടത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് മാറ്റി നിർത്തി പിശാച് കൊടുത്ത ഒരു പ്രലോഭനം അനുസരിച്ച്, പിശാച് മനസ്സുണർത്തിയതിനനുസരിച്ച് എന്ത് ചെയ്തു? കർത്താവേ, നിനക്കിതൊന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞു. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അത് എവിടുന്ന് വരുന്നതാണ്? അത് സാത്താനിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കാൻ ദൈവത്തിനും കഴിയും, സാത്താനും കഴിയും. അതുകൊണ്ട് ദൈവം നമ്മുടെ മനസ്സുണർത്തുമ്പോൾ അതിന് മറുതലിച്ച് നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സാത്താൻ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുമ്പോൾ, ഇപ്പോൾ പെസഹ ദിവസം അന്ത്യ അത്താഴ സമയത്ത് സാത്താൻ യൂദായുടെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തോന്നിപ്പിക്കലുകളും ഈ പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ വചനം ഉള്ളിൽ വേണം. പ്രാർത്ഥനയുടെ മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടണം. ഇല്ലെങ്കിൽ ഇപ്പൊ യൂദ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ 3.5 വർഷക്കാലം താൻ ആരെ സേവിച്ചോ, താൻ ആർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടോ അയാളെ മറന്ന് വെറും 30 വെള്ളിക്കാശിന് വേണ്ടി ജീവിതം നശിപ്പിച്ച് കളയുക. അതുകൊണ്ട് കർത്താവ് നമ്മുടെ മനസ്സുണർത്തിയാൽ അതിനെ മറുതലിച്ച് നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ മനസ്സുണർത്തിയ ഇവരെല്ലാം എവിടേക്ക് പോവുകയാണ്? യെരൂശലേമിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ഗണം ഈ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് വന്നതുപോലെ തന്നെയാണ്. എല്ലാവരും ഒറ്റ ഗ്രൂപ്പായിട്ട് തിരിച്ചു പോകുന്നില്ല, മറിച്ച് അത് ഗ്രൂപ്പായിട്ടാണ്, 3-4 ഗ്രൂപ്പായിട്ട് പല വർഷങ്ങൾ കൊണ്ടാണ് ഇവർ എവിടേക്ക് ചെല്ലുന്നത്? ഈ യെരൂശലേമിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ആദ്യത്തെ ഗ്രൂപ്പിൽ പെട്ട വ്യക്തിയാണ് സെരൂബാബേല് എന്ന് പറയുന്ന വ്യക്തി. അതിൻ്റെ കൂടെ ഉള്ളവര് അവർ ചെന്നിട്ട് ദേവാലയം പുതുക്കി പണിയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നീട് പോകുന്ന ഗ്രൂപ്പിലാണ് എസ്ര ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് 7-ാമത്തെ വാക്യം, നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ച് അത് യെരൂശലേമിലേക്ക് കൊടുത്തു വിടുകയാണ്. അപ്പോൾ ഈ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ നെബൂഖദ്നേസർ യെരൂശലേം ദേവാലയം തകർത്ത് അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങളെല്ലാം എവിടെ കൊണ്ടുപോയി? ബാബിലോണിൽ അവരുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. എന്നാൽ ഈ കോരശ് സൈറസ് രാജാവ് അതെല്ലാം വീണ്ടെടുത്ത് വീണ്ടും ഈ പ്രവാസികളായി വന്ന് പോകുന്നവരുടെ കൈകളിൽ അത് കൊടുത്ത് വിടുകയാണ്. അങ്ങനെ 11-ാമത്തെ വാക്യം, പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളാകെ 5400 ആയിരുന്നു. ഈ 5400 ഉപകരണങ്ങളും എവിടെ എത്തുകയാണ്? വീണ്ടും യെരൂശലേമിലേക്ക് എത്തുകയാണ്. അതോടുകൂടെ 1-ാം അധ്യായം അവസാനിക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 2-ാം അധ്യായത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരൂശലേമിലേക്കും യഹൂദായിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്കും മടങ്ങി വന്ന സംസ്ഥാന നിവാസികളാവിത്. അതായത് പിന്നീട് അങ്ങോട്ട് ഈ അടിമത്തത്തിൽ കടന്ന് അവിടുന്ന് മടങ്ങി വന്ന അവരുടെ കുടുംബ തലവന്മാരുടെയും അവരുടെ പേരുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ പേരുകൾ വായിക്കേണ്ട ഒരു ആവശ്യകതയില്ല. നിങ്ങളത് വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. ഓരോ ഘട്ടത്തിൽ എത്ര പേരാണ് ഇങ്ങോട്ട് അയക്കപ്പെട്ടത്, ആരൊക്കെയാണെന്നുള്ളതെല്ലാം ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 59-ാമത്തെ വാക്യം, 2-ന്റെ-59 ഒന്ന് എടുക്കാമോ? ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 2-ന്റെ-59, 2-ാം അധ്യായം 59. തേൻഹാഷ്, കെരൂബ്, ആദാൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെടുന്നവർ ഇവർ തന്നെ. എങ്കിലും തങ്ങൾ ഇസ്രായേല്യർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശവിവരവും പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഈ ഇവര് മടങ്ങി വന്നെങ്കിലും മടങ്ങി വന്ന പല യഹൂദന്മാർക്കും അവരുടെ പിതൃ തലവന്മാരെ പറ്റിയോ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് തെളിയിക്കാനോ ആർക്ക് സാധിച്ചില്ല. ചില യഹൂദന്മാർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് 62-ാമത്തെ വാക്യം എങ്ങനെയാണ്? അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്തു, ഈ യഹൂദന്മാരാണെന്ന് പൂർണ്ണമായിട്ടും ചരിത്രത്തിന്റെ തെളിയിച്ച അവർക്കൊക്കെ അവർക്ക് യഹൂദന്മാരായിട്ട് തന്നെ ജീവിക്കാം. പക്ഷേ
അങ്ങനെ തെളിയിക്കാൻ പറ്റാത്തവരെ അശുദ്ധരെന്ന് എണ്ണി അവരെ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം മാറ്റി നിർത്തി. അവരെ മൊത്തത്തിൽ യെരൂശലേമിൽ നിന്ന് കളയുകയല്ല, അവരെ പൗരോഹിത്യത്തിൽ നിന്ന് മാത്രം മാറ്റി നിർത്തി. ബാക്കി എല്ലാ കാര്യത്തിലും അവരെ ഉൾക്കൊണ്ട് കൊണ്ടുപോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ അധ്യായം മുഴുവനും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഈ വന്നവരുടെ എണ്ണങ്ങളും അവരുടെ കുടുംബ തലവന്മാരുടെ പേരുകളും ഒക്കെയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ അധ്യായവും നമ്മൾ വിടുകയാണ്. മൂന്നാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരൂശലേമിൽ വന്നുകൂടി. അപ്പൊ ഇവരെല്ലാം ഈ എക്സൈലിൽ നിന്ന് പാലസ്തീനിലേക്ക് വന്നപ്പോൾ പാലസ്തീന്റെ വിവിധ ദേശങ്ങളിൽ ചിതറി പാർക്കുകയാണ്. അവർ പാർത്ത് അവസാനം ഒരു 2 വർഷം കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടെ, യഹൂദന്മാരെല്ലാവരും കൂടെ സമ്മേളിക്കുകയാണ്. സമ്മേളിക്കുന്നത് എന്തിനാണെന്ന് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിതു. അപ്പൊ യാഗപീഠം പണിത് അതുവരെ എന്തില്ല, ദേവാലയം മുഴുവനും അഗ്നിക്കിരയാക്കി, മതിലെല്ലാം തകർത്ത് കളഞ്ഞു, ബലിപീഠം എല്ലാം തകർത്ത് കളഞ്ഞു. ഇവര് മടങ്ങി വന്നപ്പോൾ അവർക്ക് അവരുടെ ദൈവത്തിന്റെ ആലയം ഉണ്ടായിരുന്നില്ല. അത് ഇന്നും അവരുടെ ഒരു നൊമ്പരാണ്. ഇന്ന് അവർക്ക് ആലയം ഉണ്ടോ? ഇല്ല. ആ ബാബിലോണിന് ശേഷം ഈ എസ്രാ നെഹമ്യായുടെ കാലഘട്ടത്തിലൊക്കെ പണിത ദേവാലയം വീണ്ടും യേശു ക്രിസ്തുവിന് ശേഷം നശിപ്പിച്ചു കളഞ്ഞു. കാരണം യേശു തന്നെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു, ഈ കാണുന്ന ദേവാലയം കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം കർത്താവ് അത് തകർന്നു പോകുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ദേവാലയം ഇന്നത്തെ അതേ അവസ്ഥയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ യഹൂദന്റെ ഏറ്റവും വലിയ ദാഹവും ആഗ്രഹവും അവർക്ക് ഒരു ദേവാലയം പണിയണം. പഴയതുപോലെ തന്നെ അവരുടെ ദൈവത്തിന്റെ ആലയം പണിത് ആരാധന നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ ഇവിടെ ഇവർ കൂടി ആദ്യം ഇവരെന്ത് ചെയ്യുന്നേ? ബലിപീഠം പണിതു. ബലിപീഠം പണിത് അവിടെ ആരാധനകൾ അർപ്പിക്കാനായിട്ട് തുടങ്ങി. ആരാധന എന്ന് പറഞ്ഞാൽ ബലികൾ അർപ്പിക്കുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് 3-ാമത്തെ വാക്യം: അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതു. പണ്ടത്തെ നിലയിൽ എന്ന് പറഞ്ഞാൽ അതായത് ദേശനിവാസികൾ, പണ്ട് ഇത് കണ്ടവർ, പഴയ ബലിപീഠം, പഴയ ദേവാലയം കണ്ടവർ, അവർക്ക് ചുറ്റുപാടും ഇപ്പോഴും ഉണ്ട്, പഴയ അവരുടെ പൂർവികരുണ്ട്. അപ്പൊ അവരെ പേടിച്ചിട്ട് എന്ത് ചെയ്തു? മോശയുടെ ന്യായപ്രമാണം, പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്കാണ് ദൈവം ഇത് കാണിച്ചു കൊടുക്കുന്നത്. ബലിപീഠത്തിന്റെ അളവ് എത്രയായിരിക്കണം, അതിൻ്റെ ഉയരം, നീളം, അതിൻ്റെ വീതി, അതെന്തുകൊണ്ട് നിർമ്മിക്കണം എന്നൊക്കെ നിർദ്ദേശം കൊടുത്തത് മോശയ്ക്കാണ്. നിങ്ങളതെല്ലാം പഠിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പുറപ്പാട് പുസ്തകം കഴിഞ്ഞതാണല്ലോ. അപ്പോൾ മോശയ്ക്ക് കൊടുത്ത അതേ നിർദ്ദേശമനുസരിച്ചാണ് ഇവര് എന്ത് ചെയ്യുന്നത്? അവർ ബലിപീഠം പണ്ടത്തെ നിലയിൽ തന്നെ പണിതു. എന്നിട്ട് അവര് അവിടെ ആ ബലിപീഠത്തിന്റെ അവിടെ വന്ന് ബലികൾ അർപ്പിക്കാൻ തുടങ്ങി. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ, കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. അതിനുശേഷം അവര് കൂടാര പെരുന്നാൾ ആചരിച്ചു. 4-ാമത്തെ വാക്യം: യഹൂദന്മാരെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട പെരുന്നാളുകളാണുള്ളത്. ഒന്ന് പെസഹ പെരുന്നാള്, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയിലൂടെ മോചനം ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അവർ ആചരിക്കുന്ന പെരുന്നാളാണ് പെസഹ പെരുന്നാള്. 2 പെന്തിക്കോസ്തി പെരുന്നാള്. നമ്മൾ പെന്തിക്കോസ്തി കഴിഞ്ഞല്ലോ, അതിന് ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, അതൊരു കാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പെരുന്നാളാണ്. അതായത് 7 ആഴ്ച കൊണ്ട് അവരുടെ എല്ലാ കാർഷിക വിഭവങ്ങളും അവർ കൊയ്തെടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ആ വിഭവങ്ങളിലെ വലിയൊരു നല്ലൊരു അംശം, ഒരു ദശാംശം യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് വെച്ച് അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭാഗമാണ് പെന്തിക്കോസ്തി. അതിനുശേഷം 3 കൂടാര പെരുന്നാൾ. അത് കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മുന്തിരി തോട്ടങ്ങളുടെ കൃഷി, ആ കൃഷിയുടെ വിളവ് ലഭിക്കുമ്പോൾ അതിൻ്റെ ഫലം കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് അവർ കടന്നു വരുന്ന ആ കാലഘട്ടത്തെയാണ് കൂടാര പെരുന്നാൾ. അങ്ങനെ ഇവരാദ്യമായി കൂടാര പെരുന്നാൾ ആചരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ബലികളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം 6-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒരു ബി പാർട്ട്: എന്നാൽ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം അതുവരെ
ഇട്ടിരുന്നില്ല. അപ്പൊ അതുവരെ എന്ത് പണിതിട്ടില്ല? ബലിപീഠം പണിത്, പക്ഷെ എന്ത് പണിതിട്ടില്ല? പള്ളി പണിതിട്ടില്ല. ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ബലിപീഠം പണിയാതെ എങ്ങനെ പള്ളി, അല്ല, ബലിപീഠം പണിയണമെങ്കിൽ പള്ളി വേണ്ടേ? നമ്മളെ സംബന്ധിച്ച് പള്ളി പണിയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് എവിടെ നിൽക്കുന്നത്? ബലിപീഠം സ്ഥിതി ചെയ്യുന്നത്, അതിവിശുദ്ധ സ്ഥലത്ത്. എന്നാൽ നിങ്ങൾ പഠിച്ചതാണ് യഹൂദന്മാരുടെ ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ. അത് അതിൻ്റെ, ഇപ്പം നമ്മുടെ പള്ളിയുടെ മുൻവശത്ത് ഒരു കുരിശടിയില്ലേ? ആ കുരിശടിയുടെ സ്ഥാനത്താണ് ഇവരുടെ ബലിപീഠം. ഇവിടെയാണ് ബലി അർപ്പിക്കുന്നത്. ദഹനബലി, അതുപോലെ ഹോമബലി, അങ്ങനെയുള്ള ബലികൾ അർപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ബലിപീഠം സ്ഥിതി ചെയ്യുന്നത് അതിവിശുദ്ധ സ്ഥലത്താണെങ്കിൽ ഇവരുടേത് മുറ്റത്താണ്. ഇവിടെയാണ് ബലി അർപ്പിക്കുന്നത്. അപ്പോൾ ഈ ബലിപീഠമാണ് ആദ്യം ഇവർ പണിതത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ദേവാലയത്തിന്റെ മന്ദിരത്തിന് അടിസ്ഥാനം ഇടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എന്നാൽ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല. അപ്പം ഈ മന്ദിരത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ പള്ളിയുടെ സ്ട്രക്ചർ പോലെ തന്നെയാണ്. ജനം നിൽക്കുന്ന ഭാഗം, അതിനുശേഷം വിശുദ്ധ സ്ഥലം, അതിന് ശേഷം അതിവിശുദ്ധ സ്ഥലം. ഈ പൂമുഖത്ത് ജനം നിൽക്കുന്ന ഭാഗത്ത് അവിടെ യഹൂദന്മാർക്ക് മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം മുറ്റത്ത് ബലിപീഠത്തിന്റെ അരികിൽ വരെ വന്ന് നിന്ന് പ്രാർത്ഥിക്കാം, വിജാതീയർക്ക്. എന്നാൽ യഹൂദന്മാർക്ക് മാത്രമേ ഈ ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അപ്പോൾ അതിനുശേഷം വിശുദ്ധ സ്ഥലം, ആ വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാര മേശയിട്ട് പുരോഹിതരും ശുശ്രൂഷക്കാരും ഒക്കെ നിൽക്കുന്ന അതേപോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ 3 കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചതല്ലേ. അവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും പറയാമോ? ഏറ്റവും നടുവിലായിട്ട് അറിയുന്നവര് പറഞ്ഞോ? അപ്പം വെച്ചിരിക്കുന്ന മേശ, അതായത് വലതുവശത്ത് കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന ഒരു മേശ. പിന്നെ ധൂപകലശം, 2 സെൻട്രലായിട്ട് ഒരു ധൂപകലശം ഉണ്ട്. രാവിലെയും വൈകുന്നേരത്തും ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പുരോഹിതന്മാരെ അതിനെ നിയമിച്ചിട്ടുണ്ട്. അവർ രാവിലെയും വൈകുന്നേരത്തും വന്ന് ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നീട് വേറൊരു സാധനം കൂടെ ഉണ്ട്. അല്ല, എബ്രായ ലേഖനത്തിൽ ഉണ്ടെന്ന് എനിക്കറിയാം. 3ാമത്തെ വസ്തു എന്താണ് അവിടെ ഇരിക്കുന്നത്? 7 ശാഖകൾ ഉള്ള ഒരു വിളക്ക് ദണ്ട് ഉണ്ട്. 3 കാര്യങ്ങളാണ് വിശുദ്ധ സ്ഥലത്തുള്ളത്. ഒന്ന് ധൂപകലശം, പിന്നെ വലതുവശത്ത് കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന മേശ, പിന്നെ ഇടതുവശത്ത് അവിടെ 7 ശാഖകൾ ഉള്ള ഒരു വിളക്ക് ദണ്ട്. ഈ വിളക്ക് കെടാതെ എപ്പോഴും അവിടെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ അതാണ് വിശുദ്ധ സ്ഥലം. അതൊരു മറയിട്ട് മറച്ചിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഒരു മറയിട്ട് അതിന്റെ അപ്പുറത്താണ് അതിവിശുദ്ധ സ്ഥലം. അവിടെ എന്തൊക്കെയാ ഉള്ളത്? അതായത് 2 കേറൂബുകളുടെ നടുക്ക് എന്ത് ഇരിക്കുന്നു? ഒരു കൃപാസനം ഇരിക്കുന്നു. കൃപാസനത്തിന്റെ അകത്തുള്ള സാധനമാണ് ഒന്ന് അഹറോന്റെ വടി, 2 ബൈബിള്, അതായത് 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലക, പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, മന്ന ഇട്ട് വെച്ച സ്റ്റെപ്പ്. ഈ 3 കാര്യങ്ങൾ, അതായത് ഇതെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ കാര്യങ്ങളാണ്. ഇതെല്ലാം ദൈവം അവർക്ക് അവരുടെ പ്രവാസ സമയത്ത്, പ്രത്യേകിച്ച് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് വരുമ്പോൾ ദൈവത്തിന് കൊടുത്ത അടയാളങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം സൂക്ഷിച്ചു വെച്ച് ഒരു ബോക്സ്, അതിന്റെ മുകളിലാണ് കൃപാസനം. ഇവിടെയാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ഈ ജനത്തോട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ മോശയോട് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവര് അതുവരെയും എന്ത് ചെയ്തില്ല? ഈ തകർക്കപ്പെട്ട ദേവാലയം പണിതില്ലായിരുന്നു. അതിനുശേഷം ഇവർ ദേവാലയം പണി ആരംഭിക്കുകയാണ്. 8 മുതലുള്ള വാക്യങ്ങൾ. അവർ യെരൂശലേമിലെ ദേവാലയത്തിലെങ്കിൽ എത്തിയതിന്റെ 2ാം ആണ്ട് 2ാം മാസം ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യോശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. അപ്പോൾ ഏത് വർഷമായിരിക്കും പണി തുടങ്ങിയത്? ഇവർ അടിമത്തത്തിൽ നിന്ന് വരുന്നത് എപ്പോഴാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു. 538 BC ഇവര് പ്രവാസത്തിൽ, ഈ സെരുബ്ബാബേലും ഈ സംഘവും എവിടെ വരുന്നത്?
യെരൂശലേമിൽ അല്ലെങ്കിൽ പാലസ്തീനിലേക്ക് മടങ്ങി വരുന്നത്. ഒരു 2 വർഷത്തിന് ശേഷം പണി ആരംഭിച്ചു. അപ്പൊ അത് BC ഏത് വർഷമായിരിക്കും അത്? 500 മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു. 536 താഴത്തേക്കല്ലേ വരുന്നത്. 536 38 അവരെത്തി, 36 പണി ആരംഭിച്ചു. അങ്ങനെ പണി ആരംഭിക്കുമ്പോൾ അവര് അതിന്റെ ക്രമീകരണങ്ങളാണ് പിന്നീട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുവാൻ നിയമിച്ചു. അപ്പൊ ഈ പണിക്ക് നിയമിതരായ വ്യക്തികൾ ആരാണ്? 20 വയസ്സിന് മുകളിലുള്ള ലേവ്യരാണ് പണിക്ക് നിയമിതരായത്. പിന്നീട് പണിയുന്ന സമയത്ത് അവർ മറ്റൊരു ക്രമീകരണം ചെയ്യുന്നുണ്ട്. 10-ാമത്തെ വാക്യം മുതൽ, പണി ചെയ്യുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അപ്പൊ പണി നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ചുറ്റും പുരോഹിതന്മാരെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആസാഫിരായ ലേവ്യരെ കൈത്താളം അടിച്ച് ദൈവത്തിന്റെ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അത് ദാവീദിന്റെ ഒരു ക്രമീകരണമാണെന്നാണ് പറയുന്നത്. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അപ്പൊ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒപ്പം അതിൻ്റെ കൂടെ എന്ത് നടക്കുന്നുണ്ട്? ആരാധന നടക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതം നമ്മൾ ഉയർത്തുമ്പോൾ അതിൻ്റെ കൂടെ മറുവശത്ത് എന്തുണ്ടാകണം? ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന പോലെ ഒരു വശത്ത് ഈ ലോക ജീവിതം പണിതുയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ദൈവാരാധനയുടെ ഒരു വലിയ കോട്ട കെട്ടി നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ പണി ആരംഭിച്ചു, അതിൻ്റെ കൂടെ ദൈവാരാധനയും ആരംഭിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇത് ദാവീദിന്റെ ക്രമീകരണ പ്രകാരമാണ്. ദാവീദ് ഇങ്ങനെയാണ് ചെയ്തതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ട് ഇവർ നിയമിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് 136 സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയേ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതേ വാക്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ള പ്രതിഗാനം അവിടെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും ആദ്യത്തെ 2-3 വാക്യങ്ങൾ വായിക്കാമോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അടുത്തത്, ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതെ, ഇത് ദാവീദ് രാജാവാണ് ഈ ഒരു രീതിയിലുള്ള ആരാധന ക്രമീകരിച്ചത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആരാധന ഉണ്ടാകണം. ദൈവമേ, എനിക്കിങ്ങനെ ഒരു ജന്മം തന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ അവിടുന്ന് ഇടയാക്കി, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എനിക്കൊരു വീട്, ഒരു ഭവനം ദൈവം തന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതോടൊപ്പം എനിക്കൊരു നല്ല ജീവിത പങ്കാളിയെ തന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എനിക്ക് മക്കളെ തന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കണം. ദൈവം തന്നതിനെ എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ്, അതാണ് ദാവീദിനെ പറ്റി ദൈവത്തിന് വലിയ പാപത്തിന്റെ ചെളിക്കുഴിയിലേക്കൊക്കെ വീണുപോയെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിൽ ദാവീദിനെ പറ്റി പറയുന്നത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്നാണ് ദാവീദിനെ പറ്റി പറയുന്നത്. അതിന്റെ കാരണം ദാവീദ് തകർന്ന് തരിപ്പണമായെങ്കിലും അദ്ദേഹം ദൈവത്തോട് സ്നേഹം കൊണ്ട് ജ്വലിച്ചൊരു ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും വാവിട്ട് കരഞ്ഞ്, അപ്പാ നിന്റെ ആത്മാവിനെ എന്നിൽ എടുത്തു കളയരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് വീണ്ടും ദൈവകൃപയിലേക്ക് അദ്ദേഹം വന്നത്. അതുകൊണ്ട് അദ്ദേഹമാണ് ഈ സങ്കീർത്തനത്തിന്റെ ഭൂരിഭാഗം എഴുതിയത്. അവൻ്റെതായ എന്നേക്കുമുള്ളതെന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തിയത്. അതേ ക്രമീകരണം തന്നെയാണ് എസ്രായുടെ പുസ്തകത്തിൽ ഈ പുരോഹിതന്മാര് ഈ ദേവാലയത്തിന് അടിസ്ഥാനം വിട്ട് പണിതപ്പോ ഇവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ കാണുകയാണ് ഇവിടെ അതിനുശേഷം 2 തരത്തിലുള്ള വൈകാരിക അനുഭവങ്ങൾ ഈ ജനത്തിൽ നിന്നുണ്ടാവുകയാണ്. അതായത് ഇതിന്റെ അടിസ്ഥാനം വിട്ട് പണിതുകൊണ്ടിരുന്നപ്പോൾ കുറെ ആളുകൾ
വാവിട്ട് കരയാൻ തുടങ്ങി. അതിന്റെ കാരണം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അവർ പഴയ ദേവാലയം അതിന്റെ മഹത്വം കണ്ടവരാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ദേവാലയം ഇനി എന്തായാലും പണിതുണ്ടാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. ഈ അടിസ്ഥാനം ഇട്ടത് പഴയ ദേവാലയത്തിന്റെ അത്ര ആവില്ല എന്ന് ഉള്ളൊരു ബോധ്യം കൊണ്ട് അതിന്റെ ഒരു ഉൾബോധ്യം ഉള്ളതുകൊണ്ട് ഹൃദയം നുറങ്ങി കുറെ ആളുകൾ കരഞ്ഞു. അതേ സമയത്ത് തന്നെ പഴയ ദേവാലയം കാണാതെ ഇവർക്ക് വേണ്ടി ഒരു ദേവാലയം ഉണ്ടാക്കപ്പെടുന്നു എന്ന് അറിയുന്ന പുതിയ ആളുകൾ ഇത് കണ്ട് ആർത്ത് വിളിച്ച് ദൈവത്തെ ആരാധിച്ച് സന്തോഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ രണ്ട് വൈകാരിക അനുഭവമാണ്. ഒന്ന്, ഹൃദയം നുറങ്ങി കരഞ്ഞു. രണ്ട്, ഹൃദയ സന്തോഷത്തോടെ ആനന്ദത്തോടുകൂടെ ഒരു സന്തോഷത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അങ്ങനെ 13-ാമത്തെ വാക്യം, അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചത് കൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. കണ്ടോ, രണ്ട് തരത്തിലുള്ള ഒരു വൈകാരിക അനുഭവം അവർക്കുണ്ടാവുകയാണ്. ഈ വൈകാരിക അനുഭവം ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞു. പഴയ ദേവാലയം കണ്ടവർക്ക് ഇത് ഇനി അത്ര ആവില്ലല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് അവർ കരഞ്ഞു. എന്നാൽ ഇത് കാണാത്തവർക്ക് ഞങ്ങൾക്കൊരു ദേവാലയം, ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ദേവാലയം ഇതാ പണിയപ്പെടാൻ പോവുകയാണല്ലോ എന്നുള്ളതിന്റെ സന്തോഷത്താൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടുകൂടെ പ്രിയപ്പെട്ടവരെ 3 അധ്യായങ്ങൾ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. നമ്മൾ ആദ്യം മുതൽ ചിന്തിച്ചത് എസ്രായുടെ കാലത്തെ പറ്റിയും 458 എസ്ര ഈ ഗ്രന്ഥം രചിച്ചത് എന്നുള്ളത് കാര്യങ്ങൾ പറയുകയുണ്ടായി. ആദ്യം എസ്ര, നെഹമ്യ ഈ പുസ്തകങ്ങൾ ഒന്നായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ അത് രണ്ടാണെന്ന് സഭാപിതാക്കന്മാർ പഠിക്കുകയും അങ്ങനെ പഠിപ്പിക്കാനും തുടങ്ങി. ആധുനിക വേദശാസ്ത്രജ്ഞന്മാരും അത് അങ്ങനെ തന്നെ അംഗീകരിച്ച് കൊണ്ടുപോവുകയാണ്. പിന്നെ യിരെമ്യാ പ്രവാചകന്റെ അരുളപ്പാടിനെ പറ്റി പറഞ്ഞു. അതിന് ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുൻപും അതിന് ശേഷവും ഇവർക്ക് അടിമത്തത്തിൽ നിന്ന് വരാനുള്ള പ്രവചനങ്ങളും യിരെമ്യാവിലൂടെ ലഭിച്ചായിരുന്നു. അടിമത്തത്തിലേക്ക് പോകാനുള്ള കാരണം ജനത്തിന്റെ അവിശ്വസ്തതയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സൈറസ് രാജാവിന്റെ പ്രത്യേകതയെ പറ്റി പറഞ്ഞു. ദൈവബോധമുള്ള മനുഷ്യനായിരുന്നു, ദൈവകൽപ്പന പാലിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിളംബരമാണ് യഹൂദന്മാർക്ക് തങ്ങളുടെ നാട്ടിലേക്ക് പോകാം. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് അവർ നാട്ടിലേക്ക് പോകുന്നു. 2-ാമത്തെ അധ്യായം മുഴുവനും അവരുടെ പേര് വിവരങ്ങളാണ്. 3-ാമത്തെ അധ്യായം അവിടെ ചെന്ന് അവരാദ്യം ബലിപീഠം പണിയുന്നു. പിന്നീട് യെരൂശലേം ദേവാലയം പഴയതുപോലെ പണിയാനായിട്ട് ആരംഭിക്കുന്നു. അതിൽ സന്തോഷിച്ചും ദുഃഖിച്ചും ആളുകൾ വിലപിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇതിലൂടെ ഒത്തിരി ഉൾക്കാഴ്ചകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമാണ് ഇതിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി തരേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ദൈവം അത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു 47-50ഓളം പേര് ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഈ പ്രവചനത്തിലെ വചനങ്ങൾ വായിച്ച് കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവർ. അതുകൊണ്ട് കേൾപ്പിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒരു അനുഗ്രഹത്തിന്റെ മണിക്കൂർ ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. അത് പൊതുവായിട്ട് ഞാൻ അടുത്ത ആഴ്ച ആ സംശയങ്ങൾക്കുള്ള മറുപടി പറയാനായിട്ട് ശ്രമിക്കും. എൻ്റെ അറിവിൽ ഉള്ളതാണെങ്കിൽ അത് പറഞ്ഞു തരാനായിട്ട് ശ്രദ്ധിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചയും നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ സന്ധ്യായാമത്തിൽ എസ്രായുടെ പുസ്തകത്തെ പറ്റി പഠിക്കുവാനും അതിൻ്റെ ക്രമീകരണങ്ങൾ ദൈവമേ അതിലൂടെ കുറേ ഉൾക്കാഴ്ചകൾ ലഭിക്കുവാനും അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ, അപ്പോസ്തലനായ പത്രോസ് വചനം പ്രഘോഷിക്കുവാനായിട്ട് ആരംഭിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു എന്നവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, അതിൻ പ്രകാരം ഇന്ന് വചനം കേട്ട എല്ലാവരെയും
അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് നിറച്ച് നയിക്കണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, നാളത്തെ വിശുദ്ധ ബലിയിലേക്ക് ഞങ്ങളെ ഒരുക്കി സഹായിക്കണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നേരത്തെ അവിടുത്തെ ആലയത്തിൽ വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് ഹൃദയപൂർവ്വം അങ്ങയെ സ്തുതിക്കുവാൻ, അവിടുത്തെ തിരുശരീര രക്തങ്ങളാകുന്ന അമൂല്യനിധി സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.